നമസ്കാരം, നന്ദുവാണേ. ഒരു ടോയ്ലറ്റ് ക്ലീനർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ കിറ്റ് കൊണ്ട് എങ്ങനെ ഒരു ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സോപ്പ് ഓയിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതിലും മെയിൻ കണ്ടൻറ്റ് പച്ചവെള്ളമാണ്. നമ്മളിവിടെ 4 ലിറ്ററോളം പച്ചവെള്ളം എടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് പച്ചവെള്ളം എടുക്കേണ്ടത്. നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും അല്ലെങ്കിൽ ഇളക്കാൻ എന്തുപയോഗിച്ചാലും അതും പ്ലാസ്റ്റിക് ആയിരിക്കണം. ഇതിലേക്ക് ആദ്യമായി ഒഴിച്ചു കൊടുക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. ഫോസ്ഫോറിക് ആസിഡിന് പകരം ഹൈഡ്രോക്ലോറിക് ആസിഡും ചിലപ്പോൾ കിട്ടാറുണ്ട്. നല്ലതുപോലെ കുപ്പിയിലുള്ള ആസിഡ് മുഴുവൻ വീണു എന്ന് ഉറപ്പാക്കണം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഈ കുപ്പി ഉപയോഗിക്കുന്നവർക്ക് പൊള്ളലേൽക്കാനിടയാവും. ശേഷം നല്ലതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കണം. രണ്ടാമതായി ചേർത്ത് കൊടുക്കുന്നത് സ്ലറിയാണ്. നമ്മുടെ സോപ്പ് ഓയിൽ ഉപയോഗിച്ച അതേ സ്ലറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്ററോളം സ്ലറി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ലറി ചേർത്ത് പതുക്കെ ഇളക്കണം. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇളക്കും തോറും ഇതിൻ്റെ കളർ മാറി വരുന്നത് നമുക്ക് കാണാം. ടോട്ടൽ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പീഡിൽ ഓടിച്ചു വിടുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇത്ര വേഗത്തിലല്ല ഇളക്കുന്നത്. വളരെ പതുക്കെ ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് ദേഹത്തേക്ക് തെറിച്ചാൽ അവിടെ പൊള്ളൽ അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവിടം നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ശേഷം വെളിച്ചെണ്ണ തൂത്തു കൊടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒക്സാലിക് ആസിഡാണ്. നല്ല തൂവെള്ള നിറത്തിൽ ഉപ്പുപൊടി പോലെ കാണപ്പെടുന്ന ആസിഡാണിത്. നേരിട്ട് കയ്യിലെടുത്തുകൊണ്ട് ഈ ആസിഡ് പൊള്ളലേൽപ്പിക്കുകയൊന്നുമില്ല. നല്ല രീതിയിൽ കറ റിമൂവ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ആസിഡാണിത്. ആദ്യമായി ചെയ്യുന്നവർ നേരിട്ട് കൈകൊണ്ടെടുക്കാൻ ഞാൻ നിർബന്ധിക്കില്ല. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒഴിച്ച് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊഴിച്ച് കഴിയുമ്പോൾ കപ്പിൻ്റെ അടിയിൽ അലിയാതെ കുറച്ച് കിടക്കുന്നത് കാണാം. അത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ട. നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒഴിച്ച് ഇളക്കി കൊടുത്താൽ മതി. വെറുതെ ഈ കെമിക്കൽ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ടോയ്ലറ്റിലെ പറ്റി പിടിച്ചിരിക്കുന്ന കടുത്ത കറകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഒക്സാലിക് ആസിഡ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ കറ ഇളക്കി കളയാനുള്ള ശേഷിയുണ്ട് ഈ ഒക്സാലിക് ആസിഡിന്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബെൻസാൽ ക്രോമിയം ക്ലോറൈഡാണ്. നല്ല ഒരു അണുനാശിനിയാണ്. ഇത് ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ ആദ്യം ഇതൊന്ന് കലങ്ങി വരും. അപ്പോൾ ഇളക്കുന്നത് നിർത്താതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ തെളിഞ്ഞു വരും. എന്ത് കെമിക്കലായാലും അല്പം പോലും നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഞാൻ ആ കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടി കുലുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുപ്പിയിൽ അവശേഷിക്കുന്ന കെമിക്കൽ കൂടി ഇതിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തതായി നമുക്കിതിന് നല്ലൊരു കളർ ചേർത്ത് കൊടുക്കണം. നല്ല കളർ എന്ന് പറയുമ്പോഴും പൊതുവേ നീല കളർ ആയതുകൊണ്ട് എനിക്കും നീല കളർ തന്നെയാണ് കിറ്റിൽ കിട്ടിയിട്ടുള്ളത്. ഇതിന് മറ്റേതെങ്കിലും കളർ ചേർക്കാമോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുപ്പിയിൽ പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ഹാൻഡ് വാഷ് ആണെന്ന് ഓർത്ത് ആരെങ്കിലും എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം ഈ അണുക്കളെയൊക്കെ കൊന്നു കളയാനുള്ള അത്രയും മാരകമായ കെമിക്കൽസാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണം. ഇത് നമ്മുടെ ഉജാലയ്ക്ക് വരുന്ന അതേ ആസിഡ് ബ്ലൂ കളർ തന്നെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ വയലറ്റ് കളർ മാറി ഒരു സ്കൈ ബ്ലൂ കളറിലേക്ക് മാറുന്നത് കാണാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഇതിലേക്ക് നമ്മൾ പെർഫ്യൂം ചേർത്ത് കൊടുക്കുന്നത്. അത് പെർഫ്യൂമിൻ്റെ സ്മെൽ നഷ്ടപ്പെടാതിരിക്കാനാണ്. ഏറ്റവും അവസാനം പെർഫ്യൂം ചേർത്ത് നന്നായി ഇളക്കി ഉടനെ തന്നെ പാക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് പാക്ക് ചെയ്താൽ മതി.
ഞാനിത് തൽക്കാലം പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പഴയ ഒരു ഹാർപ്പിക്കിൻ്റെ ബോട്ടിലാണ്. ഞാൻ ആ ബോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഹാർപ്പിക്കിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഞാനുണ്ടാക്കിയ ഈ പ്രോഡക്റ്റിന് വില വളരെ കുറവാണ് എന്ന് കരുതി ഇത് ഹാർപ്പിക്കിനേക്കാൾ വളരെ മോശമാണ് എന്നല്ല അർത്ഥം. അത് ഞാൻ അവസാനം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാനിത് ആദ്യം പരീക്ഷിക്കുന്നത് എൻ്റെ വീട്ടിലെ ടോയ്ലറ്റിൽ തന്നെയാണ്. ഞാനിതുപയോഗിച്ച് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗം കൂടി ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട്. ടോയ്ലറ്റിൽ ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം ഈ ഷേപ്പുള്ള ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ പഴയ ഒരു ഹാർപ്പിക്കിൻ്റെ ബോട്ടിലേക്ക് ഇത് മാറ്റിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതുപോലെ വേറൊരു ബോട്ടിൽ കാണിച്ചു തരാം. ഇതേ പ്രോഡക്റ്റ് ബിസിനസ്സായി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബിസിനസ്സായി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. ഇത് ഞാൻ എൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതാണ്. തറയിൽ വീഴുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ പതഞ്ഞ് പൊങ്ങുന്നതായി നമുക്ക് കാണാം. കണ്ട് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിത് തറയിൽ ഒഴിച്ചത്. ഇതുപോലെ തന്നെ ക്ലോസറ്റും നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. കുറച്ച് വെള്ളം കൂടി ചേർത്താൽ നന്നായി ഇത് പതഞ്ഞു വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്